സഹയാത്രി. പൗരോഹിത്യ സ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. ധ്യാനഗുരു. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഞാൻ അവനോടൊത്തും അവൻ എന്നോടൊത്തും വിരുന്നിനിരിക്കും. വെളിപാട് 3:20. പുരോഹിതൻ ധ്യാനഗുരുവാണ്. അവൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണിത്. ധ്യാനങ്ങളിലൂടെ അവൻ തൻ്റെ സഹയാത്രികരെ കൂടുതൽ സ്നേഹത്തോടും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ സഹായിക്കുന്നു. എത്രയോ വ്യക്തികൾ പുരോഹിതൻ നേതൃത്വം കൊടുത്തു നടത്തിയ ധ്യാനങ്ങളിൽ പങ്കെടുത്തിരിക്കുന്നു. അതിലൂടെ എത്രയോ സഹോദരങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിച്ചിരിക്കുന്നു. ഓരോ ധ്യാനവും ദൈവമൊരുക്കുന്ന അവസരമാണ്. തൻ്റെ തന്നെ ആത്മീയ ജീവിതവും പ്രാർത്ഥനയും ക്രമപ്പെടുത്താനും ദൈവത്തിലേക്കടുക്കാനും അവ പുരോഹിതനെ സഹായിക്കുന്നു. ഓരോ ധ്യാനത്തിലും അവൻ ധ്യാനികളോടൊത്ത് ധ്യാനിക്കുന്നു. ദൈവാത്മാവാണ് ധ്യാനഗുരുവായ പുരോഹിതനെയും ധ്യാനികളെയും നയിക്കുന്നത്. ധ്യാനം ജീവിതയാത്രയ്ക്കിടയിലെ ഒരു കൊച്ചു യാത്രയാണ്. ജീവിതയാത്ര മുമ്പോട്ടു പോകുമ്പോൾ ഇടയ്ക്ക് അല്പസമയം സ്വസ്ഥമായിരുന്ന് തങ്ങൾ യാത്ര ചെയ്തു വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കാനും ഇനിയും യാത്ര ചെയ്യേണ്ട വഴിക്കായി വേണ്ട ഒരുക്കം നടത്താനും ധ്യാനഗുരു ധ്യാനികളെ സഹായിക്കുന്നു. തങ്ങളുടെ ജീവിതയാത്രയിൽ ഇപ്പോൾ എവിടെയാണെന്നും തങ്ങൾക്കിപ്പോൾ എന്താണ് അനുഭവപ്പെടുന്നതെന്നും ധ്യാനികൾ ആത്മപരിശോധന നടത്തുന്നു. തങ്ങൾ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറിയാണ് നടക്കുന്നതെന്ന് അവർ തിരിച്ചറിയുകയാണെങ്കിൽ അനുദപിച്ച് വീണ്ടും കർത്താവിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരുന്നു. അതോടൊപ്പം ഈ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ തുടർ യാത്ര ചെയ്യാനുള്ള കരുത്തിനായി യാചിക്കുന്നു. ഓരോ ദിവസവും കർത്താവ് തങ്ങളുടെ ഹൃദയ കവാടത്തിൽ മുട്ടുന്നുണ്ടെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള ബഹളങ്ങൾ കാരണം അവിടുത്തെ സ്വരം ശ്രവിക്കാനോ അവിടുത്തെ സ്വീകരിക്കാനോ അവർക്ക് കഴിയാറില്ല. എന്നാൽ ധ്യാന ദിവസങ്ങളിലെ നിശബ്ദതയിൽ അവർ അവിടുത്തെ സ്വരം കേൾക്കുകയും അവിടത്തേക്കായി ഹൃദയം തുറക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ മുഖത്തു നോക്കിയാണ് ഒരു വ്യക്തി അവിടുത്തെ വഴിയിലൂടെ യാത്ര ചെയ്യുക. ക്രിസ്തു ശിഷ്യനായ പുരോഹിതൻ യേശുവിനെ കൂടുതൽ ആഴത്തിലറിയാനും അവിടുത്തെ കൂടുതൽ തീവ്രമായി സ്നേഹിക്കാനും അടുത്തനുഗമിക്കാനും ധ്യാനികളെ സഹായിക്കുകയും അവിടുത്തെ ജീവിത മൂല്യങ്ങളിൽ വളരാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് സഹായമായി അവർ യേശുവിൻ്റെ ജീവിതവും മരണവും ഉത്ഥാനവുമെല്ലാം ധ്യാനിച്ച് അവിടന്നിലേക്ക് വളർന്ന് അവിടത്തോടുകൂടെ ഈ യാത്ര തുടരുന്നു. ധ്യാന സമയത്ത് ആത്മാവിൻ്റെ മന്ത്രണങ്ങൾ ശ്രവിച്ച് പ്രാർത്ഥിച്ച് സമാധാനത്തോടും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ മുമ്പോട്ടു പോകാൻ ധ്യാനഗുരു ധ്യാനികളെ സഹായിക്കുന്നു. തങ്ങളിലും തങ്ങളുടെ ജീവിതത്തിലും ഈ പ്രപഞ്ചം മുഴുവനിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം
അവർ തിരിച്ചറിയുന്നു. ദൈവം പരിധികളില്ലാതെ പകർന്നു നൽകുന്ന സ്നേഹം അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ടാണ് അവരുടെ ശിഷ്ടയാത്ര. ധ്യാനം. സ്വസ്ഥമായിരുന്ന് ഈ അടുത്ത നാളുകളിൽ ഞാൻ നേതൃത്വം നൽകി നടത്തിയ ഏതാനും ധ്യാനങ്ങൾ മനസ്സിലോർക്കുക. ദൈവം എപ്രകാരമാണ് അവയിലൂടെ എന്നെയും ധ്യാനികളെയും നയിച്ചത് എന്ന് കാണുക. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുക. ധ്യാനങ്ങളിലൂടെ ഇനിയും ധാരാളം പേരെ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്നതിന് സഹായിക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക.